വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. പയ്യനെ അടിച്ചു കൊന്ന അമ്മമാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ പണ്ട് തുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാ കുഴപ്പമില്ലെന്ന് ചിലർ പറയുന്നത് കേട്ടു. ഇവിടെ മയക്കുമരുന്ന് സുലഭമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ശരിയാണ്, സുലഭമായിട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് ആര് തടയണം? ഗവൺമെന്റ് തടയണം. കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ആര് തടയണം? കുട്ടികൾക്ക് ചെയ്യരുതെന്ന തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ടാവണം. മദ്യം നമ്മുടെ കാലത്ത് സുലഭമല്ലായിരുന്നു. അല്ല, നീ കൊച്ചുനാളിലോട്ട് അടിയുണ്ടായിരുന്നു? എനിക്കറിയില്ല, നീ വളരെ കാര്യമായിട്ടൊക്കെ പറയുന്നേട്ടാ. ഞാൻ വിചാരിച്ചില്ല 10ാം ക്ലാസ് തൊട്ട് അടി ചാരാടി തുടങ്ങിയത്. ചാരായവും വാറ്റിയാരായവും മദ്യവും നമുക്ക് സുലഭമായിരുന്നു. സിഗരറ്റും ബീഡിയും നമുക്ക് സുലഭമായിരുന്നില്ലേ? നമുക്ക് എന്തായാലും തടസ്സം ഉണ്ടായിരുന്നോ? പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് തെറ്റാണ്, ഇത് അധ്യാപനം അറിഞ്ഞാൽ കുഴപ്പമാണ്. നമ്മൾക്ക് പ്രായത്തിന് മൂത്തൊരു ചേട്ടൻ കണ്ടാൽ അവൻ ചിലപ്പോൾ നമ്മളെ വഴക്കും, അവൻ നമ്മൾക്ക് ഒരു ബന്ധവും കാണത്തില്ല. ഇനി നമ്മൾ ഏതോ ഒരു അന്യനാട്ടിൽ ചെന്നിട്ട് അവിടെ പോയി നിന്ന് സിഗരറ്റ് വലിച്ചാലും ഒരു പയ്യനാണെന്ന് കണ്ടാലും അവരുടെ അടി വരും. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൊതുമധ്യത്തിൽ നിന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചുംബന സമരം തൊട്ട് കിസോബല തൊട്ടുള്ള തൊലിഞ്ഞ പരിപാടിയിലും കാണിച്ചുകൊണ്ട് ഇവിടെ ഇടത് സാംസ്കാരിക ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ ചില തെണ്ടികൾ ഇറങ്ങി ഈ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയാണ്. അപ്പം അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവൻ ബജറംഗി ദളോ അവൻ RSS അവൻ എന്തൊരു തേങ്ങാക്കൊലി ആയിക്കോട്ടെന്നേ, അവനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പം അവന്റെ ഈ ആക്ടിവിറ്റിയെ ഫാസിസം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തുള്ള ഈ നാടുകളെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിച്ച ഒരു നവബോധമുണ്ടല്ലോ, അതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും കുഴപ്പമുണ്ടാക്കിയത്. ആർക്കും ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി. അധ്യാപനം ചോദിച്ചാൽ കുഴപ്പം, അധ്യാപനം വരെ കേസിന് പോകും. എനിക്കറിയാവുന്ന ഒരു സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ, പുള്ളി ഒരു ട്യൂട്ടറെ പഠിപ്പിക്കാൻ പോയി, അല്ല ഫ്ലാറ്റിൽ ഈ സ്പെഷ്യൽ ട്യൂഷന് പോയി ജീവിക്കാനുള്ള മാർഗമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ കൊച്ചു ഭയങ്കര തടിയിടക്കം. അപ്പോൾ എന്താ അച്ഛനും അമ്മയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ 2 അടി അവന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, നീ 2 അടി കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ 2 അടി കൊടുത്തു. വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് 2 അടി കൊടുത്തത്. ഇവ സ്കൂളിൽ ചെന്നിട്ട് ഇത് ഇവൻ്റെ കാലിലെങ്ങാണ്ട് വെളുത്ത പയ്യനാണ്, അപ്പം പാടുണ്ടായിരുന്നു. ഇത് കാണിച്ചു. ഉടനെ സ്കൂളിൽ മറ്റേ ചൈൽഡ് ടീമുകൾ ഇടപെട്ടു. ഈ പാവം പിടിക്കാൻ പോക്സോ കേസിൽ 3 മാസം ചെയ്യില്ല. രക്ഷകർത്താക്കൾക്ക് പോലും അവസാനം പിന്നെ 3 മാസം വരുമാനം എന്തെങ്കിലും ഇന്നക്ക് തരാം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അവർ നിസ്സഹായരായി പോയി. പിന്നെ അവൻ ജീവിതത്തിൽ ആരെങ്കിലും അടിക്കുമോ? ഇവൻ ആരെങ്കിലും കൊന്നാലടിക്കുമോ? മയക്കൊന്നും ചെയ്താൽ അടിക്കും, അടിക്കത്തില്ല. ഇന്ന് കൊച്ചിയിൽ നടന്നൊരു സംഭവം ഞാനിന്ന് രഹസ്യമായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ഒത്തീർപ്പാക്കിയ ഒരു കേസ് ഒരു പോലീസ് സ്റ്റേഷനിൽ. മയക്കുമരുന്ന് പിടിച്ചപ്പോൾ രക്ഷകർത്താക്കൾ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥന് 2 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തൊരു കേസ് ഇന്നലെ നടന്ന സംഭവം ഞാനിപ്പോൾ ഇന്ന് അറിയുകയാണ്. പിന്നെ തെളിവ് എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചാൽ തെളിവില്ല. അത് വിളിച്ചു പറഞ്ഞാൽ വക്കീല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പോലീസുകാർ ഇതിന് കൂട്ടു നിൽക്കുകയാണ്. ഈ നാടിനെ സംരക്ഷിക്കേണ്ട സ്ഥാനത്ത് രഹസ്യമായിട്ട് കാശുള്ള രക്ഷകർത്താക്കളിൽ നിന്ന് കാശും മേടിച്ച് ഇത് പിടിക്കുമ്പോൾ ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാൻ നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?